ഡിയർ ഫ്രണ്ട്സ്, കെംബിറ്റ്സിലൂടെ ഇന്ന് ഒരു പുതിയ ടോപ്പിക്കാണ് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പ്രഷർ, വോളിയം, ഐസോതേർം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിസ്കസ് ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങളൊന്ന് കാണുക. അതിനെ തുടർന്ന് നമ്മൾ ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് അതാണ് പഠിക്കാമെന്ന് വിചാരിച്ചത്. ഇതിനിടയിൽ ഞാൻ ഷോർട്ട് വീഡിയോസ് ചെയ്തിരുന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ കൈകളിലെ പ്രൈമറി കറസ്പോണ്ടൻസ്, അതായത് നമ്മുടെ ഫുൾ ബോഡിയുടെ റെപ്രസെൻറ്റേഷൻ നമ്മുടെ ഈ കൈകളിലുണ്ട്. ഇന്ന് മെഡിക്കൽ ഇവിടുത്തെ സ്പന്ദനങ്ങളാണ് നമ്മുടെ ബോഡിയുടെ സ്പന്ദനങ്ങളായിട്ട് മെഷർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു അറിവെന്ന് പറയുന്നത് വളരെ പഴയ അറിവാണെങ്കിലും അതിന് ഇന്ന് കൂടുതലും പ്രാധാന്യം വരുന്നു. അങ്ങനെയുള്ള ഒരു അറിവാണ് ഞാൻ കഴിഞ്ഞ ഷോർട്ട് വീഡിയോയിൽ പങ്കുവച്ചത്. ഒന്ന്, നമ്മുടെ ഈ വിരൽ തുമ്പിൽ നമുക്ക് ഫേസിൻ്റെ കറസ്പോണ്ടൻസ് ഉണ്ട്, എല്ലാ വിരൽ തുമ്പിലും. അതുപോലെ തന്നെ ഈ ഒരു ഫിഗർ ഞാൻ ഷെയർ ചെയ്തിരുന്നു. അതെന്ന് പറയുന്നത് നമ്മുടെ കൈപ്പത്തിയുടെ ബോഡിയുമായിട്ട് കൈപ്പത്തി എങ്ങനെ സിമിലർ ആകുന്നു എന്നുള്ളത്. ഇതൊക്കെ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ കെമിസ്ട്രി എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സബ്ജക്റ്റ് അല്ല. അതുമാത്രമല്ല, നമ്മൾ പഠിക്കുമ്പോഴും ആ സബ്ജക്റ്റിനെ നമുക്ക് മറ്റ് പല ഏരിയയുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പഠിക്കാൻ കഴിയും. കാരണം നമ്മൾ ജീവിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും പഞ്ചഭൂതങ്ങളും നമ്മുടെ ശരീരവും എല്ലാം ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്, ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ് ഇവ കൊണ്ട് നിർമ്മിതമാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മോളിക്യൂൾസ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതിൻ്റെ ഒരു അഗ്രിഗേറ്റാണ് നമ്മുടെ സ്വഭാവം. മോളിക്കുലർ ബിഹേവിയറാണ് നമ്മൾ ഒരു ഇൻ്റഗ്രൽ ലെവലിൽ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഡാൻസിങ് മോളിക്യൂൾസ്. നമ്മൾ ഡാൻസ് ചെയ്യുന്നു, സിസറിങ്, വാഗിങ്, റോക്കിങ്, ട്വിസ്റ്റിങ്, ഇതെല്ലാം നമ്മുടെ ഡാൻസ് മൂവ്മെൻറ്റ്സ് ആണ്. മോളിക്യൂൾസ് എല്ലാം അങ്ങനെ തന്നെ ചെയ്യുകയാണ്. അങ്ങനെ ഓരോ മോളിക്യൂളും ഡാൻസ് ചെയ്യുന്നു. അങ്ങനെ ആ മോളിക്യൂളുകളാൽ നിർമ്മിതമായ മനുഷ്യനും ഡാൻസ് ചെയ്യുന്നു, പാട്ട് പാടുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കെംബിറ്റ്സ് ചാനലിലൂടെ നമ്മളിതുപോലെ ഡാൻസും പാട്ടും ചിത്രരചനയും എല്ലാം ഉൾപ്പെടുത്തി ഒരു എൻ്റർടൈൻമെൻറ്റിലൂടെ കെമിസ്ട്രി പഠിക്കാം, റിലാക്സ് ചെയ്ത് കെമിസ്ട്രി പഠിക്കാമെന്ന ഉദ്ദേശത്തോടുകൂടി ഞാൻ ഇടകലർത്തി കെമിസ്ട്രി വീഡിയോസും അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോസും ചെയ്യുന്നത്. നിങ്ങൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെങ്കിലും നിങ്ങളുടെ കമൻറ്റ്സ്, നിങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കമൻറ്റ്സൊക്കെ അറിയിക്കണം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരുപാട് പേര് വീഡിയോ കാണുന്നതായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവർക്കും മടിയാണ്. അത് എനിക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്. ഈ കറസ്പോണ്ടിങ് എന്നുള്ള വാക്കെന്ന് പറഞ്ഞ് കറസ്പോണ്ടിങ്, അത് ഒന്നുമായിട്ട് സദൃശമായ, ഒന്നുമായിട്ട് സിമിലറായ. അപ്പോൾ നമ്മൾ ബോഡി കറസ്പോണ്ടൻസ് എന്ന് പറഞ്ഞു, ഫുൾ ബോഡിയുടെ കറസ്പോണ്ടൻസ് നമ്മുടെ കൈപ്പത്തികളിലുണ്ട്, അതുപോലെ തന്നെ ഈ വിരൽ തുമ്പിലും ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. General gas equation, that is PV is equal to nRT for n moles and for 1 mole PV is equal to RT. This is the ideal gas equation. ഇതാണ് ഐഡിയൽ ഗ്യാസ്. പക്ഷേ ഒരു ഗ്യാസ് പോലും ഐഡിയൽ അല്ല. റിയൽ ഗ്യാസസ് ഡീവിയേറ്റ് ഫ്രം ഐഡിയാലിറ്റി. അതിൻ്റെ കണ്ടീഷൻസും നിങ്ങൾക്കറിയാം. the pressure is low and temperature is very high, ദെൻ ഇൻ്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സസ് കുറവായിരിക്കും, അതുകൊണ്ട് മാക്സിമം ഫ്രീഡം ഉണ്ടായിരിക്കും, അതുകൊണ്ട് അത് ഐഡിയലിറ്റിയിലേക്ക് പോകും. അതല്ല, പ്രഷർ ഹൈ ആവുകയും ടെമ്പറേച്ചർ ലോ ആവുകയും ചെയ്യുമ്പോഴത്തേക്ക് അത് ഡീവിയേറ്റ് ചെയ്യും. അപ്പോൾ അത് നോൺ ഐഡിയൽ ആയിട്ട് മാറും. അപ്പോൾ റിയൽ ഗ്യാസസ് എല്ലാം നോൺ ഐഡിയലാണ്. സോ അവർ ഗ്യാസ് ഇക്വേഷൻ ഈസ് PV is equal to RT for 1 mole for ideal gas. For non ideal or real gases, gas equation is van der Waals equation, that is P plus A by V square into V minus B is equal to RT. ഇനി നമ്മൾ കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് കറസ്പോണ്ടിങ് സ്റ്റേറ്റിലേക്ക് പോവാണ്. സോ ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് എന്താണ്? സോ കറസ്പോണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒന്നുപോലെ മറ്റൊന്ന്, അതായത് നമ്മൾ സദൃശ്യം അല്ലെങ്കിൽ സിമിലാരിറ്റി എന്ന് പറയും. അതായത് അതല്ല, പക്ഷേ അതിന് സിമിലറാണ്. രണ്ട് വ്യത്യസ്ത സിസ്റ്റംസ്, അത് രണ്ടും ഒന്നല്ല, രണ്ട് ഡിഫറെൻ്റാണ്, പക്ഷേ സിമിലറാണ്. അതിനെയാണ് നമ്മൾ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. കറസ്പോണ്ടിങ്, സിമിലറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്. അതെങ്ങനെയാണ് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം.
കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ TC, അതുപോലെ ക്രിട്ടിക്കൽ പ്രഷർ PC ആൻഡ് ക്രിട്ടിക്കൽ വോളിയം VC. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് മുകളിൽ എന്ത് തന്നെ പ്രഷർ അപ്ലൈ ചെയ്താലും അതിനെ ലിക്വിഫൈ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ആ മാക്സിമം ടെമ്പറേച്ചറാണ് അതിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ എത്ര പ്രഷർ കൊടുത്താണ് അതിനെ ലിക്വിഫൈ ചെയ്യുന്നത്, അത് അതിൻ്റെ ക്രിട്ടിക്കൽ പ്രഷർ. അപ്പോൾ അത് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയമാണ് അതിൻ്റെ ക്രിട്ടിക്കൽ വോളിയം. ഓക്കെ, ഇതാണ് PC, VC, ഈ ടെമ്പറേച്ചർ TC. ഓരോ ഗ്യാസിനും ഈ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും പ്രഷറും അതുപോലെ തന്നെ വോളിയവും ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ ഗ്യാസിനെയും ലിക്വിഫൈ ചെയ്യാവുന്ന ടെമ്പറേച്ചറും ആ ടെമ്പറേച്ചറിൽ നമ്മൾക്ക് ആ ലിക്വിഫാക്ഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന പ്രഷറും അപ്പോൾ അത് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയവും ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ നമ്മൾ 3 ടേംസും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. മെഷേർഡ് പ്രഷർ ബൈ PC. റേഷ്യോ ഓഫ് മെഷേർഡ് പ്രഷർ ടു PC ഈസ് പൈ. That is reduced pressure. T by TC is equal to theta, that is reduced temperature. Then V by VC, the ratio of measured volume to critical volume is phi, that is reduced volume. Measured experimental valuesum critical valuesum reduced termsലേക്ക് മാറ്റുകയാണ്, പൈ, തീറ്റ ആൻഡ് ഫൈ. ആക്ച്വലി ഈ 3 വാല്യൂസിലാണ് നമ്മൾ കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് പൈ, തീറ്റ ആൻഡ് ഫൈ. ഡിയർ ഫ്രണ്ട്സ്, പൈയും തീറ്റയും ഫൈയും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മാത്തമാറ്റിക്കൽ ഡെറിവേഷനും എക്സ്പ്രഷനും ഇല്ലാതെ നമുക്ക് ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് എന്താണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതായത് നമ്മൾ 3 ഗ്യാസസ് എടുക്കുകയാണ്, ABC എന്ന്. ഈ 3 ഗ്യാസ്, 3 or 4 എത്ര ഗ്യാസ് വേണമെങ്കിലും ആകട്ടെ, അവർക്ക് എക്സ്പെരിമെൻ്റൽ പ്രഷറും ടെമ്പറേച്ചറും വോളിയവും ഉണ്ട്. അവയുടെ തന്നെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും പ്രഷറും വോളിയവും ഉണ്ട്. അപ്പം എന്ത് തന്നെ പ്രഷർ എടുത്താലും എന്ത് തന്നെ വോളിയം എടുത്താലും അവയുടെ കറസ്പോണ്ടിങ് ക്രിട്ടിക്കൽ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് റേഷ്യോ എടുക്കാം. അങ്ങനെ റേഷ്യോ സെയിമായി വരും. അങ്ങനെ അവയുടെ റേഷ്യോ സെയിമായി വരും. അങ്ങനെ ഈ 3 ഗ്യാസ് അവയ്ക്ക്, അല്ലെങ്കിൽ എത്ര ഗ്യാസിനാണെങ്കിലും പൈ വാല്യൂ സെയിമാണ്, തീറ്റ വാല്യൂ സെയിമാണ്, അല്ലെങ്കിൽ പൈ വാല്യൂ സെയിമാണ്, ഫൈ വാല്യൂ സെയിമാണ്, അതുമല്ലെങ്കിൽ തീറ്റ സെയിമാണ്, ഫൈ സെയിമാണ്. അങ്ങനെ ഏതെങ്കിലും 2 റെഡ്യൂസ്ഡ് ക്വാണ്ടിറ്റി സെയിമായി വരികയാണെങ്കിൽ മൂന്നാമത്തെ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കലി സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ പറയും എയും ബിയും സിയും കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സിലാണെന്ന്. ഇതാണ് തിയററ്റിക്കലി ലോ ഓഫ് കറസ്പോണ്ടിങ് സ്റ്റേറ്റ്സ്. അത് നിങ്ങൾക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസും ഡെറിവേഷൻസും ഉൾപ്പെടുത്തിയാണ് എക്സാമിനേഷൻ എഴുതേണ്ടത്. പക്ഷേ അതെന്താണെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അതുകൂടാതെ ഈ വീഡിയോയുടെ അവസാനം എങ്ങനെയാണ് ഒരു സ്പെസിഫിക് എക്സാമ്പിൾ, അത് നമുക്ക് ഒരു ബോയിലിംഗ് പോയിൻ്റാണ്, ബോയിലിംഗ് പോയിൻ്റ് എങ്ങനെയാണ് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ആകുന്നത് എന്നുകൂടി ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അവസാനം വരെ വീഡിയോ കാണുക. അതിൻ്റെ ഡെറിവേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റു വീഡിയോയിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് ആവശ്യമായ ഇക്വേഷൻ ഇതാണ്. ഇവിടെ പൈയും തീറ്റയും ഫൈയും വെച്ചിട്ടാണ് നമ്മൾ കറസ്പോണ്ടിങ് സ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. PV = RT ഐഡിയൽ ഗ്യാസിനും വാൻഡർവാൾസ് ഇക്വേഷൻ റിയൽ ഗ്യാസസിനുമാണെങ്കിൽ എല്ലാ സബ്സ്റ്റൻസിനും നമുക്ക് ഈ പുതിയ ഇക്വേഷൻ വെച്ചിട്ട് കറസ്പോണ്ടിങ് സ്റ്റേറ്റിലാണോ അല്ലയോ എന്ന് പറയാൻ കഴിയും. Thus we have the ideal gas equation for ideal gases, van der Waals equation for real gases, and the law of corresponding states for all substances. Okay, ഇതിൻ്റെ ഫർദർ ഡെറിവേഷൻസ് എല്ലാം ഉൾപ്പെടുന്നത് ഞാൻ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് കറസ്പോണ്ടിങ് സ്റ്റേറ്റ് വേഗത്തിൽ മനസ്സിലാക്കാനായിട്ട് ബോയിലിംഗ് പോയിൻ്റ് എടുക്കാം. ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും ബോയിലിംഗ് പോയിൻ്റ് എക്സ്പ്രസ്ഡ് ഇൻ കെൽവിൻ ഓർ ആങ്സ്ട്രം. അപ്പോൾ വാട്ടറിൻ്റെ 100 ഡിഗ്രി ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 373 കെൽവിനായിട്ട് വരും. അപ്പോൾ ഈ ബോയിലിംഗ് പോയിൻ്റ് വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ 2/3 ആയിട്ടായിരിക്കും വരുന്നത്. സോ ബോയിലിംഗ് പോയിൻ്റ് ഓഫ് എനി സബ്സ്റ്റൻസ് ഈസ് 2/3 ഓഫ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. മറ്റൊരു എക്സാമ്പിൾ, ഒരു 30 ഡിഗ്രി ആണെങ്കിൽ അത് കെൽവിൻ എടുത്തു കഴിഞ്ഞാൽ ആ സബ്സ്റ്റൻസിൻ്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ 2/3 ആയിട്ടായിരിക്കും വരുന്നത്.
അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ബോയിലിംഗ് പോയിൻറ്റ് എക്സ്പ്രസ്ഡ് ഇൻ കെൽവിൻ എല്ലാ സബ്സ്റ്റൻസിനും 2/3 ഓഫ് ഇറ്റ്സ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആയതുകൊണ്ട് ബോയിലിംഗ് പോയിൻറ്റ് എന്ന് പറയുന്നത് ഒരു കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ബോയിലിംഗ് പോയിൻറ്റ് ഓഫ് ഓൾ സബ്സ്റ്റൻസ് ഈസ് എ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ, നോട്ട് സ്റ്റേറ്റ്, ഇറ്റ് ഈസ് എ കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ. ഓക്കെ, കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് സ്റ്റേറ്റും എന്താണെന്ന് മനസ്സിലാക്കി. കറസ്പോണ്ടിങ് സ്റ്റേറ്റ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് റെഡ്യൂസ്ഡ് പ്രഷറും റെഡ്യൂസ്ഡ് ടെമ്പറേച്ചറും റെഡ്യൂസ്ഡ് വോളിയവുമാണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.